സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിട്ടുള്ള ഏകോപനത്തിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച, അതിൻ്റെ ദുരന്തം തന്നെയാണ് കണ്ണൂർ ജില്ലയും ബാധിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഈ മഴക്കാലത്തിന് മുമ്പ് പ്രളയസാധ്യതയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കമുണ്ട്. ആ മുന്നൊരുക്കം ഇത്തവണ നടന്നിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് പ്രളയം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കുന്ന സംവിധാനം ഒന്നും ഉണ്ടായില്ല. ഇന്നലെ ഞാൻ ചെറുപുഴ ഭാഗത്ത് പോയ സമയത്ത് കണ്ട അനുഭവം, അവിടെ തൊട്ട് തലേ ദിവസം 3 മണിക്കാണ് ഈ പ്രളയം ഉണ്ടായത്. രാത്രിയോടുകൂടി വെള്ളമൊക്കെ ഒഴിഞ്ഞുപോയി. പ്രളയം എന്ന് പറഞ്ഞാൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. 2 നില കെട്ടിടത്തിൻ്റെ 1-ാം നില പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലായി, അതിനു മേലെയും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞിട്ടും വെള്ളമൊക്കെ ഒഴിഞ്ഞിട്ടും ഈ വീടുകളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ആ പരിസരത്ത് വന്നില്ല. അവിടെ എത്തിയപ്പോൾ DYFIയുടെ യൂത്ത് ബ്രിഗേഡ്, പയ്യന്നൂർ പെരിങ്ങോ മേഖലയിലുള്ള യൂത്ത് ബ്രിഗേഡിൻ്റെ ചെറുപ്പക്കാരാണ് ഈ ക്ലീനിങ് പ്രവർത്തനം മുഴുവൻ നടത്തിയത്. അത് ചെയ്യുമ്പോൾ തന്നെ പരിസരത്തുള്ള കിണറുകൾ മുഴുവൻ ചെളിയായിരുന്നു. സാധാരണ നിലയിൽ ഫയർഫോഴ്സും മറ്റ് സംവിധാനമൊക്കെ ആയിട്ട് ആവശ്യമുള്ള വെള്ളമെങ്കിലും കൊടുക്കും. ആ വെള്ളം പോലും കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്ന ഇടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നിട്ടും മറ്റും കൊണ്ടുവന്നിട്ടാണ് ഈ ക്ലീനിങ് പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങേയറ്റം ഗുരുതരമായ വിധത്തിലുള്ള വീഴ്ചയാണ് എല്ലാ വിധത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് ശ്രീകണ്ഠാപുരം മേഖലയിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, അവിടെ ഒരു പുഴയുണ്ട്. സാധാരണ നിലയിൽ മഴ വരുന്നതിന് മുമ്പ് പുഴയിലുള്ള എക്കലുകൾ അതൊക്കെ നീക്കം ചെയ്യേണ്ടതാണ്. ഇത് വലിയ നിലയിൽ എക്കൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പുഴ. ആ പുഴയിലുള്ള എക്കൽ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ശ്രീകണ്ഠാപുരം നഗരം വെള്ളത്തിനടിയിലാകുമായിരുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു നടപടിയും ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടെയാണെങ്കിൽ ക്ലീനിങ് നടത്തിയത് അവിടെയുള്ള കച്ചവടക്കാർ തന്നെ സ്വന്തം നിലയിലാണ് ചെയ്തത്. ആ പാവങ്ങൾ വെള്ളത്തിനടിയിലായി നിരവധി കടകൾ, എന്നിട്ട് സഹായിക്കാൻ ആരുമില്ല. അവസാനം മുനിസിപ്പാലിറ്റിയുടെ 2-3 പേര് വന്നിട്ട് പുറത്തുനിന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു. ഈ കടകൾ മുഴുവൻ വൃത്തിയാക്കിയത് അവിടെയുള്ള കട ഉടമസ്ഥർ തന്നെയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരാളും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏതെങ്കിലും കാലത്ത്. ഇതിനേക്കാൾ വലിയ മഹാപ്രളയമൊക്കെ അനുഭവിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. മുൻ അനുഭവം നമുക്കില്ല. പക്ഷേ 2018 മുതൽ നമുക്ക് മുന്നനുഭവമുണ്ട്. ആ മുന്നനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണ സംസ്ഥാന സർക്കാരിനുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെമ്മറി എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. ഏകോപനം നടത്തേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പുമാണ് ഇതിൻ്റെ ഏകോപനമൊക്കെ നടത്തേണ്ടത്. എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സാധാരണ നിലയിൽ കേരളം വളരെ വൾണറബിളായിട്ടുള്ള കുറേ മേഖലകളുണ്ട്. ആ വൾണറബിളായിട്ടുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് അതിതീവ്ര മഴയുണ്ടാകുമ്പോൾ ആളുകളെ മാറ്റി അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടിയെടുക്കും. അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും മറ്റും വിതരണം ചെയ്ത് ഒരു തയ്യാറെടുപ്പ് നടത്തും ഓരോ സ്ഥലത്തും. അങ്ങനെ ഒരു തയ്യാറെടുപ്പില്ല. അതുപോലെ തന്നെ ഈ മുൻകൂട്ടിയുള്ള ശുചീകരണം, ഓടകളൊക്കെ ശുചിയാക്കുക, അതുപോലെ ഈ പറയുന്ന നദികളിലെ എക്കലും മറ്റും നീക്കം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. ഇതൊന്നുമില്ല. എന്നാൽ പ്രളയം വന്നതിന് ശേഷമോ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായതിനു ശേഷമോ അത് കണ്ടെയ്ൻ ചെയ്യുന്നതിന് വേണ്ടി, അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഭരണകൂട സംവിധാനം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന റവന്യൂ മന്ത്രി ഈ കണ്ണൂർ ജില്ലക്കാരനാണ്. ഞാൻ ആ ദുരന്ത മേഖലയിലൊക്കെ പോയ സമയത്തൊക്കെ ചോദിച്ചത്, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ സണ്ണി ജോസഫ്, ഞാൻ ഈ ദുരന്ത മേഖലയിൽ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. പോയ സ്ഥലത്തൊക്കെ ഞാൻ ചോദിച്ചു, മന്ത്രിമാരാരെങ്കിലും വന്നോ? ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഏകോപനം നടത്താൻ ഒരാൾ പോലും ഇല്ല. അപ്പോൾ വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. ജില്ലാ കളക്ടറോട് ഞാൻ ഈ വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭരണകൂട സംവിധാനം എന്നുള്ള നിലയിൽ ഇടപെടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവർക്ക് പോലും വ്യക്തതയില്ലാത്ത പോലെയാണ് തോന്നിയത്. ജില്ലാ കളക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു. കളക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണക്കനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എന്തൊക്കെയാണ് ഒരു ദുരന്തമുഖത്ത് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം മുന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ധാരണ ഒരു സർക്കാർ എന്നുള്ള നിലയിലുണ്ട്. അത് ഓരോ വകുപ്പും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, LSTD ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്,
അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ് എന്നുള്ള നിലയിൽ റവന്യൂ വകുപ്പിൻ്റെ കീഴിലും മുഖ്യമന്ത്രിയുടെ നേരിട്ടും കീഴിലാണ് ഈ വകുപ്പ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള മുൻധാരണകളുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫയർഫോഴ്സ് ഇപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് അവിടെ ഫയർഫോഴ്സിൻ്റെ എല്ലാ സംവിധാനവും ഒരുക്കണ്ടേ? പോലീസിൻ്റെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണ്ടേ? ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എവിടെയെങ്കിലും? ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത അനാസ്ഥ കൊണ്ടാണ് കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കൊടിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇവിടെ ചെറുപുഴ തന്നെ കണ്ടൊരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 4 ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്നുകൊണ്ട് അവിടെ ഒരു വലിയ ഈ കോഴി ഫാം നടത്തുന്നുണ്ട്. ഏതാണ്ട് 6,900-7,000-ഓളം കോഴികളാണ് ഈ 2 വലിയ ഫാമുകളിലായിട്ട് വെള്ളത്തിനടിയിലായി പോയത്. വെള്ളത്തിനടിയിലായിപ്പോയി കുറേ കോഴികൾ ഒഴുകിപ്പോയി. നല്ല ശതമാനം ഈ ഫാമിനകത്ത് തന്നെ മരിച്ചു കിടക്കുകയാണ്. ഞാനവിടെ പോകുന്ന സമയത്ത് ആ പരിസരത്ത് കടക്കാൻ കഴിയില്ല. അത്രയധികം ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയിരുന്നു. തലേദിവസം കോഴി എല്ലാം മരണപ്പെട്ടു. പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ആ പ്രദേശത്ത് ഞാൻ എത്തിയത്. ഇതിനൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയുമില്ല. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താ? പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുണ്ടാവും ഇതിൻ്റെ ഫലമായിട്ട്. അവസാനം അവിടെയുള്ള നാട്ടുകാർ തന്നെ 4 JCB കൊണ്ടുവന്ന് അവിടെ കുഴിയെടുത്തിട്ട് ഇതിനൊക്കെ സംസ്കരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അപ്പം തന്നെ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തണം. അവർ പരിശോധിച്ച് നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തി സംസ്കരിക്കാൻ വേണ്ടി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള ഇടപെടലൊക്കെ നടത്തേണ്ടതാണ്. അതുപോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം.